ഹായ് ഹലോ നമസ്കാരം. സഹകാരി റേസ് പ്ലസിന്റെ മറ്റൊരു കറണ്ട് അഫയേഴ്സ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ക്ലാസ് വളരെ പ്രധാനപ്പെട്ട ചില വാർത്തകളിലൂടെയാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഗാന്ധിജിയുടെ ചിത്രമുള്ള സ്റ്റാമ്പുകൾ ഇപ്പോൾ കിട്ടാനില്ല. പണ്ട് നമ്മൾ സ്റ്റാമ്പ് എന്ന് പറയുമ്പോൾ നമുക്ക് ഓർമ്മ വരുന്നത് തന്നെ ആരാണ്? ഗാന്ധിജിയുടെ പടമുള്ള ഒരു ചെറിയ ഒരു നോട്ടാണ്. അപ്പോൾ അതെന്തായാലും ഇപ്പോൾ കിട്ടാനില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പുതിയ വാർത്ത. ക്ലാസ്സിലേക്ക് കടക്കാം. ഗാന്ധി ചിത്രങ്ങളുള്ള സ്റ്റാമ്പുകൾ കിട്ടാനില്ല. പോസ്റ്റ് ഓഫീസുകളിൽ ഗാന്ധി ചിത്രമുള്ള സ്റ്റാമ്പുകൾ ഇല്ലാതാകുന്നു. ഒക്ടോബർ 2 ഗാന്ധി ജയന്തിയുമായി ബന്ധപ്പെട്ട പരിപാടികളുടെ ക്ഷണക്കത്തുകളിൽ ഗാന്ധി ചിത്രമുള്ള സ്റ്റാമ്പ് പതിക്കാനെത്തിയവർക്ക് ലഭിച്ചത് നിരാശ കലർന്ന മറുപടിയാണ്. അപ്പോൾ ഗാന്ധി ചിത്രമുള്ള സ്റ്റാമ്പുകൾ പോസ്റ്റ് ഓഫീസിലും വാങ്ങാനില്ല, അവിടെ നിന്ന് കിട്ടാനില്ല എന്നാണ് വാർത്തയിൽ പറയുന്നത്. 100-ലധികം രാജ്യങ്ങൾ മഹാത്മാഗാന്ധിയുടെ മുഖവും ആശയങ്ങളും അടങ്ങിയ തപാൽ സ്റ്റാമ്പുകൾ അടിച്ചിറക്കിയിട്ടുണ്ട്. നമുക്കറിയാം, വിദേശ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യത്തെ ഇന്ത്യക്കാരനാണ് നമ്മുടെ മഹാത്മാഗാന്ധി. ഗാന്ധിജിയുമായി ബന്ധപ്പെട്ട് സ്വാതന്ത്ര്യ സമരത്തിന്റെ വിവിധ ഏടുകൾ ചിത്രീകരിച്ചിറങ്ങിയ സ്റ്റാമ്പുകളും ഓർമ്മയിലേക്ക് മായുകയാണ്. അപ്പോൾ ഗാന്ധിജിയുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ സ്വാതന്ത്ര്യ സമരത്തിന്റെ, അതായത് നമ്മുടെ ഉപ്പ് സത്യാഗ്രഹം, അങ്ങനെയുള്ള ചിത്രങ്ങളൊക്കെ ചേർത്ത് വെച്ചിട്ടും സ്റ്റാമ്പ് ഉണ്ടായിരുന്നു. ഇതൊന്നും തന്നെ ഇപ്പോൾ കിട്ടാനില്ല എന്നാണ് പറഞ്ഞു വരുന്നത്. ബാലഗംഗാധര തിലകൻ, എ.ബി. വാജ്പേയി, എം.എസ്. സുബ്ബലക്ഷ്മി, ശ്രീനിവാസ രാമാനുജൻ, രാജേന്ദ്ര പ്രസാദ്, ഛത്രപതി ശിവജി, എ.പി.ജെ. അബ്ദുൽ കലാം, രവീന്ദ്രനാഥ ടാഗോർ എന്നിവരുടെ ചിത്രങ്ങളുള്ള സ്റ്റാമ്പുകളാണ് ഇപ്പോൾ പോസ്റ്റ് ഓഫീസുകളിൽ ഉള്ളത്. അപ്പോൾ ഗാന്ധിജി ഒഴിച്ച് ബാക്കി എല്ലാവരുടെയും ചിത്രങ്ങളുള്ള സ്റ്റാമ്പുകൾ പോസ്റ്റ് ഓഫീസിലുണ്ട് എന്നാണ് പറയുന്നത്. രാജ്യത്ത് സ്റ്റാമ്പുകളിൽ ചിത്രീകരിക്കപ്പെട്ട ആദ്യത്തെ ഇന്ത്യക്കാരനാണ് മഹാത്മാഗാന്ധി. അപ്പോൾ നമ്മുടെ രാജ്യത്ത് സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ഒരാളുടെ ചിത്രവുമായി ഇന്ത്യ ഒരു സ്റ്റാമ്പ് പുറത്തിറക്കി. ആദ്യത്തെ വ്യക്തിയാണ് നമ്മുടെ മഹാത്മാഗാന്ധി. ഹിന്ദി, ഉറുദു ഭാഷകളിൽ ബാപ്പു എന്ന് അച്ചടിച്ച സ്റ്റാമ്പിന് 1.5 അണ, 3.5 അണ, 12 അണ, 10 രൂപ എന്നിങ്ങനെയായിരുന്നു വില. ഏതൊക്കെ ഭാഷകളിലാണ്? ഹിന്ദി, ഉറുദു ഭാഷകളിൽ ബാപ്പു എന്ന് അച്ചടിച്ച സ്റ്റാമ്പാണ് ആദ്യം വന്നത്. അതിന്റെ വില എങ്ങനെയായിരുന്നു? 1.5 അണ, 3.5 അണ, 12 അണ, 10 രൂപ എന്നിങ്ങനെയായിരുന്നു. 1948 ഓഗസ്റ്റ് 15 സ്വാതന്ത്ര്യ ദിനത്തിന്റെ 1-ാം വാർഷികത്തോടനുബന്ധിച്ചാണ് ഗാന്ധിജിയുടെ ചിത്രമുള്ള സ്റ്റാമ്പുകൾ ആദ്യമായി പുറത്തിറക്കുന്നത്. 1948 ഓഗസ്റ്റ് 15 സ്വാതന്ത്ര്യ ദിനത്തിന്റെ 1-ാം വാർഷികത്തോടനുബന്ധിച്ച്, ഓർത്തിരിക്കുക, സ്വാതന്ത്ര്യ ദിനത്തിന്റെ 1-ാം വാർഷികത്തോടനുബന്ധിച്ചാണ് ഗാന്ധിജിയുടെ ചിത്രമുള്ള സ്റ്റാമ്പുകൾ ആദ്യമായി പുറത്തിറക്കുന്നത്. ഇതിൽ 10 രൂപ സ്റ്റാമ്പ് അന്ന് പോസ്റ്റ് ഓഫീസുകളിൽ ലഭിച്ചിരുന്നില്ല. നമുക്കറിയാം, 10 രൂപ എന്ന് പറയുന്നത് അന്ന് കുറച്ച് ഒരു വലിയ എമൗണ്ട് ആണ്. ഗാന്ധി സ്റ്റാമ്പ് പുറത്തിറക്കിയ ആദ്യ വിദേശ രാജ്യമാണ് അമേരിക്ക. ഗാന്ധി സ്റ്റാമ്പ് പുറത്തിറക്കിയ ആദ്യ വിദേശ രാജ്യം ഏതെന്ന് ചോദിച്ചാൽ അത് അമേരിക്കയാണ്. മെറ്റ ഒറിയോൺ അവതരിപ്പിച്ചു. അപ്പോൾ നമ്മുടെ കഴിഞ്ഞ LD പരീക്ഷയിൽ ചോദിച്ചതാണ്, ഗൂഗിളിന്റെ AI സംവിധാനം ഏതാണ്? മെറ്റയാണ്. അപ്പോൾ മെറ്റ ഒറിയോൺ അവതരിപ്പിച്ചു. മെറ്റയുടെ ആദ്യ ഓഗ്മെന്റഡ് റിയാലിറ്റി ഗ്ലാസ് അവതരിപ്പിച്ചു. മെറ്റ അവരുടെ ആദ്യത്തെ ഓഗ്മെന്റഡ് റിയാലിറ്റി ഗ്ലാസ് അവതരിപ്പിച്ചിരിക്കുകയാണ്. മെറ്റ ഒറിയോൺ എന്താണ്? മെറ്റയുടെ ആദ്യത്തെ ഓഗ്മെന്റഡ് റിയാലിറ്റി ഗ്ലാസിന്റെ പേരാണ് മെറ്റ ഒറിയോൺ. മെറ്റ കണക്ട് 2024 കോൺഫറൻസിലായിരുന്നു ഇതിന്റെ അവതരണം. മെറ്റ കണക്ട് 2024ന്റെ കോൺഫറൻസിലായിരുന്നു അവതരണം. ഹോളോഗ്രാഫിക് ഡിസ്പ്ലേ ഉള്ള ഗ്ലാസിൽ മെറ്റ AI ഫീച്ചർ ഉണ്ട്. അപ്പോൾ മെറ്റ AI ഫീച്ചറോട് കൂടിയ ഓഗ്മെന്റഡ് റിയാലിറ്റി ഗ്ലാസ്, മെറ്റയുടെ ആദ്യത്തെ ഓഗ്മെന്റഡ് റിയാലിറ്റി ഗ്ലാസ് ആണ് മെറ്റ ഒറിയോൺ. ധരിക്കുന്ന ആളുടെ തലച്ചോറിന്റെ സിഗ്നലുകൾക്കനുസരിച്ച് പ്രതികരണങ്ങൾ സൃഷ്ടിക്കാൻ കഴിയുന്ന ഗ്ലാസ് ആണ് മെറ്റ ഒറിയോൺ. അപ്പോൾ മെറ്റ ഒറിയോൺ ഗ്ലാസ് ധരിക്കുന്ന ആളുടെ തലച്ചോറിലെ സിഗ്നലുകൾക്കനുസരിച്ച് എന്ത് ചെയ്യുന്നു? പ്രതികരണങ്ങൾ സൃഷ്ടിക്കുന്നു. മെറ്റ ക്വസ്റ്റ് 3S എന്ന മിക്സഡ് റിയാലിറ്റി ഹെഡ്സെറ്റും കമ്പനി അവതരിപ്പിച്ചു. അപ്പോൾ കമ്പനി അവതരിപ്പിച്ച ഒരു ഹെഡ്സെറ്റ് ആണ് മെറ്റ ക്വസ്റ്റ് 3S. മെറ്റയുടെ സ്വന്തം LLM. എന്താണ് LLM? ലാർജ് ലാംഗ്വേജ് മോഡൽ. മെറ്റയുടെ സ്വന്തം ലാർജ് ലാംഗ്വേജ് മോഡൽ അധിഷ്ഠിത ഓപ്പൺ സോഴ്സ് ചാറ്റ്ബോട്ടായ
ലാമ 3.2 അവതരിപ്പിച്ചു. അപ്പോൾ ലാമയും മെറ്റയുടേതാണ്. മെറ്റയുടെ സ്വന്തം ഒരു ലാർജ് ലാംഗ്വേജ് മോഡൽ അധിഷ്ഠിത ഓപ്പൺ സോഴ്സ് ചാറ്റ് ബോട്ടാണ് ലാമ 3.2. ഇതിൽ എന്ത് പറ്റും? ദൃശ്യങ്ങളും ഉൾക്കൊള്ളാനാകുന്ന മോഡലാണ് നമ്മുടെ ലാമ 3.2 എന്നുകൂടി ഓർത്തിരിക്കുക. സയൻസ് ആൻഡ് ടെക്നോളജിയുമായി ബന്ധപ്പെട്ട് ഒത്തിരി ന്യൂസുകൾ ഇപ്പോൾ വരുന്നുണ്ട്. ശാസ്ത്രം വളരെ പെട്ടെന്നുള്ള ഒരു മാറ്റത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള പോയിന്റ് ഒന്ന് തന്നെ സ്കിപ്പ് ചെയ്യാതെ പഠിച്ചു പോവുക. പ്രമേഹ സൗഹൃദ അരി. നമുക്കറിയാം, ചോറ് കഴിച്ചാൽ എന്തുണ്ടാകും? ഷുഗർ ഉണ്ടാകും. ഏറ്റവും കൂടുതൽ ഷുഗർ കണ്ടന്റ് ഉള്ളത് വെള്ള അരിയുടെ ചോറിനാണ്. വെളുത്ത ചോറ്, നമ്മൾ ഉപയോഗിക്കുന്ന വെളുത്ത ചോറിലാണ് ഏറ്റവും കൂടുതൽ നമുക്ക് പ്രമേഹമൊക്കെ ഉണ്ടാകാൻ ഏറ്റവും കൂടുതൽ ചാൻസ്, അതായത് ഏറ്റവും കൂടുതൽ അന്നജം അടങ്ങിയിരിക്കുന്നത് അതിലാണ്. ഈ പ്രമേഹ സാധ്യത കുറയ്ക്കാൻ കഴിയുന്ന ഒരു പുതിയ ഇനം അരി വികസിപ്പിച്ചിരിക്കുകയാണ് ഫിലിപ്പീൻസ് അന്താരാഷ്ട്ര അരി ഗവേഷണ കേന്ദ്രം. അവിടുത്തെ ശാസ്ത്രജ്ഞർ. അപ്പോൾ അന്താരാഷ്ട്ര അരി ഗവേഷണ കേന്ദ്രം എവിടെയാണ്? ഫിലിപ്പീൻസിലാണ്. അവിടുത്തെ ശാസ്ത്രജ്ഞരാണ് പ്രമേഹ സാധ്യത കുറയ്ക്കാൻ കഴിയുന്ന ഒരു പുതിയ ഇനം അരി വികസിപ്പിച്ചത്. രക്തത്തിൽ പഞ്ചസാരയുടെ അളവ് കുറയ്ക്കുന്ന ധാരാളം മാംസ്യം അടങ്ങിയ അരിയാണിത്. അപ്പോൾ രക്തത്തിലെ നമ്മുടെ ഗ്ലൂക്കോസിന്റെ, പഞ്ചസാരയുടെ അളവ് കുറയ്ക്കുന്ന ധാരാളം മാംസ്യങ്ങൾ ഈ അരിയിൽ അടങ്ങിയിട്ടുണ്ട്. ലോകത്തെ 90% അരി ഉൽപ്പാദിപ്പിക്കുന്നതും ഉപയോഗിക്കുന്നതും നമ്മുടെ ഏഷ്യ പസഫിക് മേഖലയിലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ മേഖലയിൽ തന്നെയാണ് ഏറ്റവും കൂടുതൽ പ്രമേഹ രോഗികളുള്ളത്. ലോകത്തെ 90% അരി ഉൽപ്പാദിപ്പിക്കുന്നതും ഉപയോഗിക്കുന്നതും ഏഷ്യ പസഫിക് മേഖലയിലാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് തന്നെയാണ് ഏറ്റവും കൂടുതൽ ഡയബറ്റിസ് അല്ലെങ്കിൽ പ്രമേഹമുള്ളത്. ആഗോളതലത്തിൽ 60% പ്രമേഹ രോഗികളും ഏഷ്യ പസഫിക് മേഖലയിലാണ്. വെള്ള അരി രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കൂടാൻ കാരണമാകും. ഇത് പ്രമേഹ സാധ്യത ഉയർത്തും. അപ്പോൾ നമ്മൾ പറഞ്ഞു, വെള്ള അരിയാണ് രക്തത്തിൽ ഏറ്റവും കൂടുതൽ പഞ്ചസാര കൂടാൻ കാരണം. ഇത് പ്രമേഹ സാധ്യത ഉയർത്തും. 10 വർഷം കൊണ്ട് 380 വിത്തിനങ്ങൾ പരിശോധിച്ചാണ് കുറഞ്ഞ ഗ്ലൈസീമിക് ഇൻഡെക്സ്. എന്താണ് ഗ്ലൈസീമിക് ഇൻഡെക്സ്? കാർബോഹൈഡ്രേറ്റ് അടങ്ങിയ ഭക്ഷണം കഴിച്ചതിന് ശേഷം രക്തത്തിൽ എത്രത്തോളം പഞ്ചസാരയുടെ അളവ് ഉയരുന്നു എന്നതിൻ്റെ സൂചികയാണ് ഗ്ലൈസീമിക് ഇൻഡെക്സ്. അപ്പോൾ എന്താണ് ഗ്ലൈസീമിക് ഇൻഡെക്സ്? കാർബോഹൈഡ്രേറ്റ് അടങ്ങിയ ഭക്ഷണം കഴിച്ചതിന് ശേഷം രക്തത്തിൽ എത്രത്തോളം പഞ്ചസാരയുണ്ട് എന്ന് സൂചിപ്പിക്കുന്ന സൂചികയാണ് ഗ്ലൈസീമിക് ഇൻഡെക്സ്. അപ്പോൾ കുറഞ്ഞ ഗ്ലൈസീമിക് ഇൻഡെക്സ് ഉള്ളതാണ് നമ്മുടെ പ്രമേഹ സൗഹൃദ അരി എന്ന് പറയുന്നത്. അതായത് ഈ ചോറ് കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ രക്തത്തിലെ ഷുഗറിന്റെ അളവ് നോക്കുമ്പോൾ കുറഞ്ഞു തന്നെ ഇരിക്കും എന്നതാണ് ഇത് വ്യക്തമാക്കുന്നത്. ലോക റെറ്റിന ദിനം. ലോക റെറ്റിന ദിനം എന്നാണ്? സെപ്റ്റംബർ 29. ഇതിനിടയിൽ ഒന്ന് ഓർത്തിരിക്കുക, ലോക റെറ്റിന ദിനം സെപ്റ്റംബർ 29-നാണ്. ജുംബ ലാഹിരി നൊഗിച്ചി പുരസ്കാരം നിരസിച്ചു. ജുംബ ലാഹിരി നൊഗിച്ചി പുരസ്കാരം നിരസിച്ചു. പാലസ്തീൻ ചെറുത്തുനിൽപ്പിന്റെ പ്രതീകമായി മാറിയ കഫിയ പാലസ്തീൻകാർ ധരിക്കുന്ന ഒരുതരം സ്കാർഫാണ്. ഇത് ധരിച്ച് ജോലിക്ക് എത്തിയവരെ പിരിച്ചുവിട്ട നൊഗുച്ചി മ്യൂസിയത്തിന്റെ നടപടികളിൽ പ്രതിഷേധിച്ചുകൊണ്ട് അവരുടെ പുരസ്കാരം നിരസിക്കുകയാണ് പുലിസ്റ്റർ ജേതാവായ എഴുത്തുകാരി ജുംബ ലാഹിരി പുലിസ്റ്റർ സമ്മാന ജേതാവാണ്. അവർക്കാണ് ഈ വർഷത്തെ നൊഗുജി പുരസ്കാരം. അപ്പോൾ ഈ നൊഗുജി പുരസ്കാരം ജുംബ ലാഹിരി നിരസിച്ചു. കാരണം പാലസ്തീൻ ചെറുത്തുനിൽപ്പിന്റെ പ്രതീകമായി മാറിയ കഫിയ സ്കാർഫ് ധരിച്ച് ജോലിക്കെത്തിയവരെ നൊഗുജി മ്യൂസിയത്തിൽ നിന്നും പിരിച്ചുവിട്ടു. ഈ കാരണം പറഞ്ഞാണ് നൊഗുജി പുരസ്കാരം ജുംബ ലാഹിരി നിരസിച്ചത്. മ്യൂസിയം സ്ഥാപകനായ ജപ്പാനീസ് അമേരിക്കൻ ശില്പി ഇസാമു നൊഗുച്ചിയുടെ പേരിലുള്ളതാണ് ഈ പുരസ്കാരം. അപ്പോൾ നൊഗുച്ചി പുരസ്കാരം ആരുടെ പേരിലാണെന്ന് ചോദിച്ചാൽ നൊഗുച്ചി മ്യൂസിയം സ്ഥാപിച്ച ജപ്പാനീസ് അമേരിക്കൻ ശില്പി ഇസാമു നൊഗുച്ചിയുടെ പേരിലാണ്. അപ്പോൾ നമ്മുടെ ജുംബ ലാഹിരി ഒരു ഇന്ത്യൻ വംശജ കൂടിയാണ് എന്ന കാര്യം ഓർക്കുക. സ്കൂൾ കായികമേള കൊച്ചിയിൽ. ഈ വർഷത്തെ, അതായത് 2024-25 അധ്യയന വർഷത്തെ സ്കൂൾ കായികമേളയുടെ വേദി കൊച്ചിയാണ്. തക്കുടു എന്ന് പേരിട്ട അണ്ണാറക്കണ്ണനാണ് മേളയുടെ ഭാഗ്യചിഹ്നം. അപ്പോൾ ഈ വർഷത്തെ സ്കൂൾ കായികമേളയുടെ ഭാഗ്യചിഹ്നം തക്കുടു എന്ന് പേരിട്ടിരിക്കുന്ന അണ്ണാറക്കണ്ണനാണ്.
നിലവിലെ കേരള വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി. ഇതിൻ്റെ ഇടയിൽ ഇങ്ങനെയുള്ളതുകൂടെ ഓർത്തിരിക്കുക. ഓരോ കാര്യവും പറയുമ്പോൾ അതിനിടയ്ക്ക് ഓരോ മന്ത്രിമാരെ ഇങ്ങനെ പറഞ്ഞു പോകുന്നുണ്ട്. അപ്പോൾ നിലവിലെ കേരള വിദ്യാഭ്യാസ മന്ത്രിയാണ് വി ശിവൻകുട്ടി. പ്രവാസി വിദ്യാർത്ഥികൾക്ക് ഒരു പ്രത്യേകതയുണ്ട്. പ്രവാസി വിദ്യാർത്ഥികൾക്ക് ചരിത്രത്തിൽ ആദ്യമായി സംസ്ഥാന സ്കൂൾ കായികമേളയിൽ പങ്കെടുക്കാൻ അവസരം. പ്രവാസി വിദ്യാർത്ഥികൾക്ക് ചരിത്രത്തിൽ ആദ്യമായി സംസ്ഥാന സ്കൂൾ കായികമേളയിൽ പങ്കെടുക്കാൻ അവസരം ലഭിച്ചിരിക്കുകയാണ്. അതെങ്ങനെയുള്ള പ്രവാസി വിദ്യാർത്ഥികൾക്കാണ്? കേരള സിലബസിൽ പഠിക്കുന്ന പ്രവാസി വിദ്യാർത്ഥികൾക്കാണ് ചരിത്രത്തിൽ ആദ്യമായി സംസ്ഥാന സ്കൂൾ കായികമേളയിൽ പങ്കെടുക്കാൻ അവസരം ലഭിച്ചിരിക്കുന്നത്. സംസ്ഥാന പൊതുവിദ്യാഭ്യാസ ഡയറക്ടറാണ് എസ് ഷാനവാസ്. നിലവിലെ സംസ്ഥാന പൊതുവിദ്യാഭ്യാസ ഡയറക്ടറാണ് എസ് ഷാനവാസ്. കുമരകവും കടലുണ്ടിയും രാജ്യത്തെ മികച്ച ടൂറിസം വില്ലേജായി കേന്ദ്ര സർക്കാർ തിരഞ്ഞെടുത്തു. കേരള ടൂറിസത്തിന് ലഭിച്ചിരിക്കുന്ന ഒരു ദേശീയ പുരസ്കാരമാണ് കുമരകത്തെയും കടലുണ്ടിയെയും രാജ്യത്തെ മികച്ച ടൂറിസം വില്ലേജായി തിരഞ്ഞെടുത്തു. കേന്ദ്ര സർക്കാരിന്റെ ബെസ്റ്റ് റൂറൽ ടൂറിസം വില്ലേജ് അവാർഡിലാണ് കേരളത്തിന് പുരസ്കാര നേട്ടം. ഏതാണ്? ബെസ്റ്റ് റൂറൽ ടൂറിസം വില്ലേജ് അവാർഡിലാണ് കേരളത്തിന്റെ പുരസ്കാര നേട്ടം. ഉത്തരവാദ ടൂറിസം മിഷന്റെ മികവുറ്റ പദ്ധതികളാണ് കേരളത്തെ പുരസ്കാരത്തിന് അർഹമാക്കിയത്. അപ്പോൾ കേരളത്തിന് ഈ പുരസ്കാരത്തിന് അർഹമാക്കിയത് എന്താണ്? ഉത്തരവാദ ടൂറിസം മിഷന്റെ മികവുറ്റ പദ്ധതികളാണ്. കടലുണ്ടിക്ക് ബെസ്റ്റ് റെസ്പോൺസിബിൾ ടൂറിസം വില്ലേജ് അവാർഡാണ് ലഭിച്ചത്. ബെസ്റ്റ് റെസ്പോൺസിബിൾ ടൂറിസം വില്ലേജ് അവാർഡാണ് കടലുണ്ടിക്ക് ലഭിച്ചത്. കുമരകത്തിന് എന്ത് പുരസ്കാരമാണ് ലഭിച്ചത്? ബെസ്റ്റ് അഗ്രി ടൂറിസം വില്ലേജ് പുരസ്കാരമാണ് കുമരകത്തിന് ലഭിച്ചത്. കടലുണ്ടിക്ക് ലഭിച്ചത് ബെസ്റ്റ് റെസ്പോൺസിബിൾ ടൂറിസം വില്ലേജ് പുരസ്കാരവും കുമരകത്തിന് ലഭിച്ചത് ബെസ്റ്റ് അഗ്രി ടൂറിസം വില്ലേജ് പുരസ്കാരവുമാണ്. തുടർച്ചയായി 2ാം വർഷമാണ് ഉത്തരവാദിത്ത ടൂറിസം പ്രവർത്തനങ്ങളിലൂടെ കേരളത്തിന് ബെസ്റ്റ് ടൂറിസം വില്ലേജ് പുരസ്കാരം ലഭിക്കുന്നത്. അപ്പോൾ തുടർച്ചയായി ഇത് 2ാം തവണയാണ് കേരളത്തിന് ഈ പുരസ്കാരം ലഭിച്ചിരിക്കുന്നത്. കഴിഞ്ഞ തവണ ഉത്തരവാദിത്ത ടൂറിസം മിഷന്റെ സ്ട്രീറ്റ് പദ്ധതി നടപ്പിലാക്കിയതോടെ കാന്തല്ലൂരിന് സുവർണ പുരസ്കാരം ലഭിച്ചിരുന്നു. കഴിഞ്ഞ തവണ ലഭിച്ചത് കാന്തല്ലൂരിനാണ്. ഉത്തരവാദിത്ത ടൂറിസം മിഷന്റെ സ്ട്രീറ്റ് പദ്ധതി നടപ്പിലാക്കിയതിന് കാന്തല്ലൂരിന് സുവർണ പുരസ്കാരമാണ് ലഭിച്ചിരുന്നത്. ടൂറിസവും സമാധാനവും എന്നതാണ് ഇത്തവണത്തെ ലോക വിനോദസഞ്ചാര ദിനത്തിന്റെ തീം. ഓർത്തിരിക്കുക, ടൂറിസവും സമാധാനവും. മറ്റൊരു വിനോദസഞ്ചാര ദിനം വന്നിട്ടുണ്ട്. 2024 സെപ്റ്റംബർ 27 ലോക വിനോദസഞ്ചാര ദിന പ്രമേയം ടൂറിസവും സമാധാനവും. ലോക വിനോദസഞ്ചാര ദിനം സെപ്റ്റംബർ 27. ഈ വർഷത്തെ വിനോദസഞ്ചാര ആതിഥേയ രാജ്യം ജോർജിയയാണ്. ഓർത്തിരിക്കുക, ജോർജിയയാണ് ലോക വിനോദസഞ്ചാര ദിനത്തിൽ 2024 ആതിഥേയ രാജ്യമായത്. ജോർജിയയാണ്. തീം, വിനോദസഞ്ചാരത്തിന്റെ തീം ടൂറിസവും സമാധാനവും. അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ ക്ലാസ്. വരും ക്ലാസ്സുകളിൽ കൂടുതൽ കറണ്ട് അഫയേഴ്സുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്